തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ ആക്രമിച്ച കേസിൽ പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട 3 പേരുൾപ്പെടെ 5 പേരാണ് പോലീസിന്റെ പിടിയിലായത്. തൃശൂർ സ്വദേശി സിജോയുടെ നേതൃത്വത്തിലാണ് കൊട്ടേഷൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസമാണ് രാഗം തിയേറ്റർ നടത്തിപ്പുകാരനായ സുനിൽ ആക്രമിക്കപ്പെട്ടത്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, എത്ര പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്? ഇവർ തിയേറ്റർ നടത്തിപ്പുകാരനെ ആക്രമിക്കാൻ കാരണമായത് എന്താണ്? സംഭവത്തിൽ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച തർക്കമാണ് ഇത്തരത്തിലൊരു കൊട്ടേഷനിലേക്ക് പോയത് എന്ന് തുടക്കം മുതൽ പോലീസിന് നിഗമനം ഉണ്ടായിരുന്നു. സുനിലുമായി സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ളവർ പരിശോധിക്കുകയും പോലീസ് ചെയ്തിരുന്നു. ഇതിലേക്ക് അടിസ്ഥാനത്തിൽ പരിശോധന തുടരുമ്പോഴാണ് CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ സംഘാംഗങ്ങളിൽ ഒരാളെ തിരിച്ചറിയുകയും അയാളെ കൂടെയുള്ളവരെ പോലീസ് മനസ്സിലാക്കുകയും ചെയ്ത് ഇന്ന് പുലർച്ചോടുകൂടി എറണാകുളത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ രാഗം തിയേറ്റർ ഉടമ സുനിൽ വീട്ടിലേക്ക് എത്തുമ്പോൾ ഗേറ്റ് തുറക്കാനായി പുറത്തിറങ്ങുന്ന സമയത്താണ് പതിയിരുന്ന 3 അംഗ സംഘം അദ്ദേഹത്തെ ആക്രമിച്ചത്. അദ്ദേഹത്തിനും ഡ്രൈവർക്കും പരിക്കേറ്റിരുന്നു. ഇരുവരും ഇപ്പോഴും ചികിത്സയിലാണ്. ഈ സംഭവത്തിൽ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നിരുന്നു. സുനിലിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച ചുറ്റിക തൃശ്ശൂരിലെ കടയിൽ നിന്നും വാങ്ങിയതാണെന്ന് ചുറ്റികയിൽ സ്റ്റിക്കർ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് കണ്ടെത്തിയിരുന്നു. ആ കടയിലെ CCTV ദൃശ്യത്തിലൂടെ സംഘാംഗങ്ങളെ കുറിച്ചുള്ളൊരു ഏകദേശ വിവരം പോലീസ് നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ്. ഇതനുസരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായിട്ടുള്ളത്. 5 പേർ പിടിയിലായിട്ടുണ്ടെന്ന് അറിയുന്നു. 3 പേർ ഈ കൊട്ടേഷനിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ബാക്കി 2 പേർക്ക് ഇതിലുള്ള പങ്ക് എന്താണെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ആരാണ് കൊട്ടേഷൻ നൽകിയത് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറല്ല. സംഭവത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ശരി, നടരാജ് പരശുറാമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.